ജനീവയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. എല്ലാ കണ്ണുകളും ജനീവയിലേക്കാണ്. ഇവിടെ ഒരു ഫോർമുല ഉരുത്തിരിയും എന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പറയുന്നു. റഷ്യ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഉക്രൈനും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് റഷ്യ നടത്തിയത് മാരകമായ ഒരു ആക്രമണം, 29 മിസൈലും 400 ഡ്രോണുകളും കൊണ്ട് കീവിൽ ഉടനീളം നടത്തിയ മാരകമായ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അനവധി പേർ കൊല്ലപ്പെട്ടു എന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത് റഷ്യക്ക് ഒരു താല്പര്യവുമില്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സമാധാന ചർച്ചകളിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പും മാരകമായ ആക്രമണങ്ങൾ, അതായത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തങ്ങളുടെ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നത്. അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, റഷ്യ സമാധാനമല്ല ആഗ്രഹിക്കുന്നത്, പകരം യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക എന്നത് മാത്രമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. റഷ്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. റഷ്യ പറയുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുലകൾ ഉണ്ടെങ്കിൽ തങ്ങൾ അതിന് തയ്യാറാണ് എന്നാണ്. ട്രംപ് ഇതിനിടയിൽ സെലൻസ്കിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് മതിയാകും, ഇതിന് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് ഇതിന്റെ ഫോർമുലകൾ നിങ്ങൾ അംഗീകരിക്കണമെന്ന്. പുതിയ ഫോർമുല എന്താണെന്ന് അറിയില്ല. ഏത് ഫോർമുല ആയാലും റഷ്യ പിടിച്ചെടുത്ത റഷ്യയുടെ ഉക്രൈന്റെ പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ഫോർമുല എല്ലാ ഫോർമുലകളിലും ഉള്ളതാണ്. അപ്പൊ അതിനെ സെലൻസ്കി അംഗീകരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെ സെലൻസ്കി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇത് അവസാനത്തെ ചർച്ചയാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ്. റഷ്യയും അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്നത് തങ്ങൾ ഇതുവരെയുള്ള സമാധാന നീക്കങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയിട്ടുണ്ട്, സമാധാന മീറ്റിങ്ങുകൾക്കെല്ലാം തങ്ങൾ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നാണ്. കാരണം ആഗോള സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് ഈ റഷ്യയുടെ എണ്ണയും അനിവാര്യമായ ഒരു ഘടകമാണ്. ഇല്ലായെങ്കിൽ ക്രൂഡ് ഓയിലിനൊക്കെ വലിയ വില വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപ് ചില ഇളവുകൾ, ഒരു അഡീഷണൽ ഒരു കരാർ കൂടി റഷ്യയുമായി വെക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.